നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്കട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണോ? നിങ്ങൾക്കറിയാം അത് ഒരുപാട് മെമ്മറി എടുക്കും എന്നുള്ള കാര്യം. പക്ഷെ നമുക്ക് അതിലെ കാര്യങ്ങൾ ക്ലിയർ ക്യാച്ച് ചെയ്യാൻ പറ്റും ഇതുവഴി. പക്ഷെ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്, അത് പലർക്കും അറിയത്തില്ല. ഞാൻ കാണിക്കാം അതെങ്ങനെയാണെന്ന്. ഞാൻ യൂസ് ചെയ്യുന്ന VPN എന്ന് പറയുമ്പോൾ ഇതാണ്. VPN സൂപ്പർ എന്ന അൾട്ടിമേറ്റ് പ്രോക്സി എന്നൊരു VPN ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. VPN ഓൺ ആക്കുക. ശേഷം നിങ്ങൾ ഓപ്പൺ ആയിരിക്കുന്ന ക്യാപ്കട്ടിനെ ക്ലോസ് ആക്കുക. വീണ്ടും ക്യാപ്കട്ടിനെ ഒരു 2-3 വട്ടമെങ്കിലും അതിന്റെ ഇന്റർഫേസ്, അതായത് കാണുന്ന ഇന്റർഫേസ് മാറും വരെ നിങ്ങളിങ്ങനെ ഓപ്പൺ ആക്കി ക്ലോസ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇന്റർഫേസ് ഇതുപോലെ മാറും. ശേഷം താഴെ ഇതുപോലെ പ്രോജക്റ്റ് എന്നൊരു ഓപ്ഷൻ വരും. മീഡിയ ട്രാഷ്, ഇതാ നിങ്ങൾ മുമ്പേ ഡിലീറ്റ് ആക്കിയ ട്രാഷ് എല്ലാം ഇവിടെ കിടപ്പുണ്ടായിരിക്കും. നിങ്ങൾക്ക് അത് ഓരോന്നായിട്ട് സെലക്ട് ആക്കി ഡിലീറ്റ് ആക്കാവുന്നതാണ്. ഇത് ഡിലീറ്റ് ആക്കുന്നത് മൂലം മെമ്മറിയിൽ ഒരുപാട് സ്പേസ് നിങ്ങൾക്ക് കിട്ടും. ഞാനത് കാണിക്കാം എങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം മെമ്മറിയിൽ വരുന്നത് എന്നുള്ളത്. ഇതാണ് ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ്. ഈ കാണുന്ന പോലെ ഞാൻ ഈ ട്രാഷ് മൊത്തം ഡിലീറ്റ് ആക്കിയ ശേഷമുള്ള എൻ്റെ മെമ്മറിയുടെ സ്റ്റോറേജ് എത്രയാണെന്ന് കാണിക്കാം. നിങ്ങൾ കണ്ടല്ലോ അല്ലേ, നേരത്തെ ഉണ്ടായിരുന്ന സ്പേസ് 320 ആയെങ്കിൽ ഇപ്പം 314 ആയി. അതായത് 6 GB സ്പേസ് എനിക്ക് ബാലൻസ് കിട്ടി.